യുവ നേതൃശില്പശാലയുടെ അധ്യക്ഷ സ്ഥാനത്തുള്ള യുവമോർച്ചയുടെ ആദരണീയനായ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ വി മനുപ്രസാദ്, അതോടൊപ്പം മിഷൻ 2025 എന്ന വളരെ പ്രധാനപ്പെട്ട വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ വേണ്ടി നമ്മോടൊപ്പം ഇന്നുള്ള പാർട്ടിയുടെ ആദരണീയനായ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശ് ജി, വേദിയിലുള്ള യുവമോർച്ചയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാർ, വേദിയിലുള്ള പാലക്കാട് ജില്ലയുടെ പാർട്ടിയുടെ ആദരണീയനായ ജില്ലാ അധ്യക്ഷൻ ശ്രീ പ്രശാന്ത്, ഇന്ന് ഈ ശില്പശാലയിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ നേതൃനിരയിലുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ, എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒരു ശില്പശാലയാണ് ഇന്ന് ഇവിടെ നടക്കുന്നത്. ഇന്ന് കേരളത്തില് തൃശ്ശൂരില് വേറെ ചില ശില്പശാലകൾ രാവിലെ മുതൽ നടക്കുകയാണ്. ഇതിനു മുമ്പ് ഷൊർണൂർ വെച്ച് മഹിളകളുടെ പാർട്ടിയുടെ മഹിളാ നേതൃനിരയുടെ ശില്പശാലയും ഇന്ന് നമ്മൾ പൂർത്തീകരിക്കുകയുണ്ടായി. നമുക്കറിയാം, ആസന്നമായ പഞ്ചായത്ത്, ത്രിതല പഞ്ചായത്ത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ തയ്യാറെടുപ്പുകൾക്ക് വേണ്ടിയിട്ട് പാർട്ടി കഴിഞ്ഞ കുറെ നാളുകളായി, നിരവധി ആഴ്ചകളായി ഏറ്റവും കർമ്മശേഷിയുള്ള ഒരു പ്രവർത്തക ടീമിനെ തയ്യാറാക്കാനുള്ള പ്രവർത്തനം നടത്തി വരികയാണ്. കാരണം നമ്മുടെ ലക്ഷ്യം എന്താണ് എന്ന് നമുക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. ഇന്ന് കേരളം എത്തി നിൽക്കുന്നത്, കേരളം എന്ന സംസ്ഥാനം പിറവിയെടുത്തിട്ട് 70 വയസ്സ് പൂർത്തിയാകാൻ പോകുമ്പോൾ, നമ്മുടെ സംസ്ഥാനത്തിന് ഏകദേശം 68 വയസ്സ് പൂർത്തിയാകുമ്പോൾ, ഇന്ന് കേരളത്തിലെ രാഷ്ട്രീയം എത്തി നിൽക്കുന്നത് ഈ രണ്ട് മുന്നണികളും മാറി മാറി ഭരിച്ചു വരുന്ന വികസന മുരടിപ്പിന്റെ, വികസന വിരുദ്ധതയുടെ ഒരു വികലമായ രാഷ്ട്രീയത്തിന്റെ ഒരു അവശേഷിപ്പുമായിട്ടാണ് ഈ 70 വർഷമായി നമ്മുടെ സംസ്ഥാനം എത്തി നിൽക്കുന്നത്. അത് നമുക്കെല്ലാം വ്യക്തമായി ബോധ്യമുള്ള ഒരു കാര്യമാണ്. ഈ 70 വർഷത്തിലൂടെ മാറി മാറി UDF-ഉം LDF-ഉം താഴെത്തട്ടിലുള്ള പഞ്ചായത്ത് മുതൽ സംസ്ഥാന തലം വരെ ഭരണം കൈയാളിയപ്പോൾ, അതിനു മുമ്പ് കേരളത്തിൽ എന്ത് വികസനമാണോ കേരളം പിറവിക്ക് മുമ്പ് കേരളത്തിൽ ഉണ്ടാക്കാൻ സാധിച്ചത്, ആ വികസനത്തെ കൂടി തകർത്ത് നശിപ്പിച്ച് നാമാവശേഷമാക്കുന്ന രീതിയിൽ കഴിഞ്ഞ 70 വർഷത്തെ, കഴിഞ്ഞ 68 വർഷത്തെ കേരളത്തിൽ മാറി മാറി വന്ന ഭരണ സംവിധാനങ്ങൾ കാരണം അത്തരമൊരു സാഹചര്യം കേരളത്തിൽ ഉണ്ടാവാനിടയായി. ഇത് കൃത്യമായി പൊതുസമൂഹത്തിൽ വെച്ചിരിക്കുന്ന ഒരു പാർട്ടി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഈ രണ്ട് മുന്നണികളും ചേർന്ന് മാറി മാറി വരുന്നതല്ലാതെ കേരളത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു വ്യക്തമായ മാറ്റമൊന്നുമില്ല. ഈ രണ്ട് മുന്നണികളും ഭരണത്തിൽ മാറി മാറി വരുന്നതല്ലാതെ കാര്യമായ മാറ്റമൊന്നും ഈ സംസ്ഥാനത്ത് ഉണ്ടാകുന്നില്ല. അത് കാരണം എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കേരളത്തിന്റെ സമസ്ത മേഖലകളും തകർന്നു. സമസ്ത മേഖല എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ പാലക്കാടിന്റെ കാര്യം നമുക്കറിയാം. കുട്ടനാട് കഴിഞ്ഞാൽ ഇന്ന് കേരളത്തില് നെല്ലറ എന്ന് വിളിക്കുന്ന മറ്റൊരു ജില്ലയായ പാലക്കാടിന്റെ കാർഷിക രംഗത്തിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. അല്ലെങ്കിൽ കോട്ടയത്തെ കുറച്ചു നാള് മുമ്പ് ബിന്ദു എന്ന് പറയുന്ന ഒരു സാധാരണ വീട്ടമ്മ ചികിത്സ നേടാൻ വേണ്ടിയിട്ട് ഒരു ആശുപത്രിയിലേക്ക് കയറി ചെന്നപ്പോൾ മെഡിക്കൽ കോളേജിന്റെ കെട്ടിടം വീണ് ദാരുണമായി മരിക്കേണ്ട അവസ്ഥയുണ്ടായി. ഇന്നും അമീബിക് മസ്തിഷ്ക ജ്വരം കാരണം ഇന്നും ഒരു മരണമുണ്ടായി എന്നാണ് കുറച്ചു മുമ്പ് വാർത്തയിൽ കണ്ടത്. എന്ന് പറഞ്ഞാൽ കേരളത്തിന്റെ ആരോഗ്യ രംഗമായിക്കൊള്ളട്ടെ, കാർഷിക രംഗമായിക്കൊള്ളട്ടെ, സാമ്പത്തിക രംഗമായിക്കൊള്ളട്ടെ, എല്ലാ മേഖലകളും, സമസ്ത മേഖലകളും തകർന്നിരിക്കുകയാണ്. പക്ഷെ അതില് ഏറ്റവും രൂക്ഷമായ പ്രശ്നം നേരിടുന്നത് ഏത് വിഭാഗമാണ്, ഏത് രംഗമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് യുവജനങ്ങളാണ്, യുവജന വിഭാഗമാണ്. അതുകൊണ്ട് തന്നെ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, യുവാക്കളുടെ വിഷയമായിരിക്കും വരാൻ പോകുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളുടെയും മുഖ്യമായ ബിന്ദു എന്ന് വിശ്വസിക്കുന്ന ഒരു പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയം എന്താണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടിയെ സംബന്ധിച്ച് വളരെയധികം വ്യക്തതയുണ്ട്. ഭാരതീയ ജനതാ പാർട്ടി വെക്കുന്ന രാഷ്ട്രീയം വികസനത്തിന്റെ രാഷ്ട്രീയമാണ്.
70 വർഷമായി രണ്ട് മുന്നണികൾക്കും സാധിക്കാത്ത വികസനം. ഈ രണ്ട് മുന്നണികൾ മാറി മാറി വന്നിട്ടും വികസന വിരുദ്ധതയുടെ രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിൽ ഉണ്ടെങ്കിൽ, വരാൻ പോകുന്ന നാളുകളിൽ കേരളത്തിൽ ഉണ്ടാവാൻ പോകുന്നത് വികസനത്തിന്റെ രാഷ്ട്രീയമാണ്. അത് ഭാരതീയ ജനതാ പാർട്ടിയിൽ കൂടെ മാത്രമേ സാധിക്കൂ. പക്ഷേ ആ വികസനത്തില് ഭാരതീയ ജനതാ പാർട്ടി ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് യുവജനങ്ങൾക്കാണ്, യുവജന വിഭാഗത്തിനാണ്. കാരണമുണ്ട്. ഇപ്പൊ നമുക്കറിയാം, ഇന്ന് ഭാരതം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രം. നമ്മുടെ സ്വാതന്ത്ര്യത്തിന്റെ 100 വർഷം പിന്നിടുമ്പോൾ ഒരു വികസിത ഭാരതമാകണം എന്നുള്ള ലക്ഷ്യവുമായി നരേന്ദ്രമോദിജിയുടെ അധികാരത്തിന് കീഴിൽ കുതിച്ച് മുമ്പോട്ട് പോകുമ്പോൾ അതിന് ഏറ്റവും അധികം ഊർജമായി പ്രവർത്തിക്കുന്നത് യുവജന വിഭാഗമാണ്. അതിന് കാരണമുണ്ട്. കാരണം നമ്മൾ ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അത് ഭാരതത്തിൽ മാത്രമുള്ളതാണ്. ഇന്ന് ഭാരതത്തിൽ 30% താഴെയുള്ള ജനസംഖ്യ ഭാരതത്തിന്റെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 50%. എന്ന് പറഞ്ഞാൽ 30% താഴെ ഒരു വിവാഹം പോലും കഴിക്കുന്നതിന് മുമ്പുള്ള ഒരു പ്രായമാണ് 30 എന്ന് പറയുന്നത്. ആ 30% താഴെയുള്ള ഒരു ജനസംഖ്യ ഭാരതത്തിന്റെ 50%. എന്ന് പറഞ്ഞാൽ ഭാരതത്തിന്റെ മുമ്പോട്ടുള്ള കുതിപ്പിന്റെ ഏറ്റവും വലിയൊരു സ്പ്രിംഗ് ബോർഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 30% താഴെയാണ്. പക്ഷേ അതിന്റെ നിർഭാഗ്യകരമായ അവസ്ഥ കേരളത്തിൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഭാരതത്തിലെ 30 വയസ്സിന് താഴെയുള്ള യുവാക്കളിലെ തൊഴിലില്ലായ്മ നിരക്കിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സംസ്ഥാനവും കേരളമാണ്. വെറുതെ ഗൂഗിളിൽ നോക്കിയാൽ മനസ്സിലാവും. കേരളത്തിലെ 30 വയസ്സിന് താഴെയുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ നിരക്ക് വെറുതെ ഗൂഗിൾ അടിച്ച് നോക്കിക്കഴിഞ്ഞാൽ 29% ആകുമെന്ന് ഗൂഗിൾ തന്നെ പറയും. 29% കേരളത്തിലെ 30 വയസ്സിന് താഴെയുള്ള യുവാക്കളുടെ തൊഴിലില്ലായ്മ. ഇത്രയും രൂക്ഷമായ തൊഴിലില്ലായ്മ കേരളത്തിൽ നിലനിൽക്കുമ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, അത് കഴിഞ്ഞ് വരാൻ പോകുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പ് ആയിക്കൊള്ളട്ടെ, കേരളത്തിലെ യുവാക്കളായിരിക്കും ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ ഗതി നിശ്ചയിക്കാൻ പോകുന്നത് എന്നതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം, ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പ്രത്യേകിച്ച് പത്തനംതിട്ട, ആലപ്പുഴ മേഖലയിലും കോട്ടയം മേഖലയിലും ഇവിടെയുമുണ്ട്. ഒരു വീട്ടിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ പ്രായമായ അച്ഛനമ്മയെ മാത്രമേ കാണാൻ സാധിക്കൂ. ഏത് വീട്ടിൽ പോയാലും ഇതാണ് ഇന്ന് കാണാൻ സാധിക്കുന്ന ഒരു സാഹചര്യം. ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ചെറുപ്പക്കാരുണ്ടാവില്ല. കാരണം ചെറുപ്പക്കാരെല്ലാം ഇന്ന് ജോലി തേടി അന്യനാട്ടിൽ പോവുകയാണ്. അതും ഈ അന്യനാട്ടിൽ എന്ന് പറഞ്ഞാൽ പണ്ട് ഗൾഫിൽ പോകുന്നത് പോലെയല്ല. കഴിഞ്ഞ ദിവസം എന്നെ പഴയ നമ്മുടെ പ്രവർത്തകൻ, ഞാൻ യുവമോർച്ചയില് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ ഇവിടെ കേരളത്തിൽ പ്രവർത്തിച്ച ഒരു പ്രവർത്തകനാണ്. അദ്ദേഹം ഇപ്പോൾ മാൾട്ട എന്ന് പറയുന്ന ഒരു രാജ്യത്താണ്. അദ്ദേഹം ബിടെക് പൂർത്തീകരിച്ചിട്ട് കേരളത്തിൽ തൊഴിലൊന്നും കിട്ടാതായപ്പോൾ അദ്ദേഹം മാൾട്ട എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ പോയി. ആ മാൾട്ട എന്ന് പറയുന്ന രാഷ്ട്രത്തിൽ പോയിട്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ഹോം നഴ്സിന്റെ പണിയാണ്. ഡയപ്പർ മാറ്റുക, പ്രായമായ ആളുകളെ ശുശ്രൂഷിക്കുന്ന ഡയപ്പർ മാറ്റുന്ന പണിയാണ്. ആലോചിക്കണം ഇന്ന് കേരളം എത്തി നിൽക്കുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരെല്ലാം അവരുടെ കുടുംബം പോറ്റാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന രാഷ്ട്രങ്ങളിലും രാജ്യങ്ങളിലും ഒക്കെ പോകേണ്ട അവസ്ഥ. അത് കാരണം ഉണ്ടാവുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗൾഫിൽ പോകുന്ന പോലല്ല യൂറോപ്യൻ രാഷ്ട്രങ്ങളിലേക്ക് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞാൽ അത്ര എളുപ്പത്തിൽ തിരിച്ചു വരാൻ സാധിക്കില്ല. അത് കാരണം കേരളത്തിലെ ചെറുപ്പക്കാർക്ക് അവിടെ പോയി കുടിയേറേണ്ട അവസ്ഥയാണ്. അത് കാരണം പ്രായമായ അച്ഛനും അമ്മമാരും മാത്രമായി ഇന്ന് കേരളത്തിലെ ഭവനങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ഭീകരമായ ഭയാനകമായ അവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോകുന്നത്. ഇതിനെല്ലാം കാരണമായത് ഈ കഴിഞ്ഞ ഇത്രയും പതിറ്റാണ്ടുകളായിട്ട് മാറി മാറി വന്ന ഈ രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയമാണ്. കാരണം ഈ രണ്ട് മുന്നണികളുടെയും രാഷ്ട്രീയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യുവാക്കൾക്ക് തൊഴിൽ എങ്ങനെ കൊടുക്കണമെന്ന് അവർക്ക് അറിയില്ല. യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം വ്യവസായം ഉണ്ടാവണം. വ്യവസായം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ ആദ്യം നിക്ഷേപം ഉണ്ടാവണം. നിക്ഷേപം ഉണ്ടാവണമെന്നുള്ള ഒരു നിക്ഷേപ സൗഹൃദ സംസ്ഥാനമായി മാറണം. ഇതൊന്നുമില്ലാത്തൊരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നിക്ഷേപം വരിക? എങ്ങനെയാണ് വ്യവസായങ്ങൾ ഉണ്ടാവുക? ഏതെങ്കിലും ഒരു പ്രവാസി വിദേശത്ത് പോയി കുറച്ച് പൈസ ഉണ്ടാക്കി നാട്ടിൽ തിരിച്ചു വന്നിട്ട് ഒരു ചെറിയ ബിസിനസ് തുടങ്ങി കഴിഞ്ഞാൽ ഒരു 50 ലക്ഷമോ 30 ലക്ഷമോ മുടക്കി അവന്റെ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ചതിന്റെ സേവിങ്സ് മുഴുവൻ എടുത്തൊരു ബിസിനസ് തുടങ്ങാൻ നോക്കിയാൽ അടുത്ത ദിവസം ചെങ്കൊടിയുമായി എന്റെ മുമ്പിൽ വന്ന് നിൽക്കത്തില്ലേ ഇവിടുത്തെ സഹാക്കന്മാർ? അങ്ങനെ എത്ര എണ്ണം കൂട്ടിപ്പോയി. എത്ര NRIകൾക്ക് ഇവിടെ ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നു. ഈ ഒരു അവസ്ഥ കേരളത്തിൽ ഉണ്ടായി. എന്നിട്ട് ഇവിടുത്തെ മുഖ്യമന്ത്രിയും അവരുടെ പരിവാരങ്ങളും കൂട്ടങ്ങളും എല്ലാം കൂടെ ഇടയ്ക്കിടയ്ക്ക് ഒരു 3-4 മാസം കൂടുമ്പോൾ കുടുംബസമേതം ടൂർ പോകും വിദേശ രാജ്യങ്ങളിലേക്ക്. കുടുംബസമേതം ടൂറാണ്. എന്നിട്ട് പറയുന്നത് എന്താണ്? നിക്ഷേപം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. നിക്ഷേപം കൊണ്ടുവരാൻ. എന്നിട്ട് എന്തിയ നിക്ഷേപം? എന്തിയ നിക്ഷേപം? ഏത് ഫോറിൻ കമ്പനിയാണ് മുഖ്യമന്ത്രി ഇവിടെ കൊണ്ടുവന്നത്?
ഇവിടുന്ന് കുറച്ച് മൈലുകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ തമിഴ്നാടാണ്, അല്ലെങ്കിൽ കുറച്ചുകൂടെ പോയി കഴിഞ്ഞാൽ കർണാടകയാണ്, അതിനപ്പുറത്തേക്ക് ആന്ധ്രാപ്രദേശാണ്. കഴിഞ്ഞ ദിവസം കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ആന്ധ്രാപ്രദേശ് വഴി എനിക്ക് യാത്ര ചെയ്യാൻ അവസരമുണ്ടായി. അപ്പോൾ വളരെ കുറെ ദൂരം യാത്ര ചെയ്യുമ്പോൾ വളരെ തരിശായി കിടക്കുന്ന ഒരു സ്ഥലമായിരുന്നു, പ്രത്യേകിച്ച് ആൾതാമസമൊന്നുമില്ല. പെട്ടെന്ന് ഒരു സ്ഥലം എത്തിയപ്പോൾ ആൾതാമസമൊന്നുമില്ലാത്തൊരു സ്ഥലമാണെങ്കിലും ഭയങ്കരമായ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. വലിയ അത്ഭുതത്തോടുകൂടി ഞാനോട് ചോദിച്ചു, എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? അവർ പറഞ്ഞു, കിയ എന്ന് പറയുന്ന കമ്പനിയുടെ ഫാക്ടറി വരികയാണ് ഇവിടെ. കിയ എന്ന് പറയുന്ന കമ്പനി അവർ കാർ നിർമ്മിക്കാൻ പോവുകയാണ്. ഇങ്ങനെ ഏതെങ്കിലും ഒരു കമ്പനി കേരളത്തിലേക്ക് വന്നാൽ നമ്മൾ എപ്പോഴും കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും മൾട്ടിനാഷണൽ കമ്പനി കേരളത്തിൽ വന്ന് ഞങ്ങൾ പ്രൊഡക്ഷൻ തുടങ്ങാൻ പോവാണെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? പിന്നെ എന്തിനാണ് മുഖ്യമന്ത്രിയും ഒക്കെ വിദേശത്തേക്ക് പോയത്? അപ്പോൾ കഴിഞ്ഞ ഇത്രയും ദിവസമായിട്ട് നിയമസഭ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിയമസഭയിൽ ഇത്രയും ദിവസമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഈ മുഖ്യമന്ത്രിയും കുടുംബവും മന്ത്രിമാരും ഒക്കെ വിദേശത്തോട്ട് പോയിട്ട് എന്ത് നിക്ഷേപമാണ് കേരളത്തിലേക്ക് കൊണ്ടുവന്നതെന്ന് കൃത്യമായി ഒരു മറുപടി ചോദിക്കാൻ വേണ്ടിയിട്ട് പോലും ഇവിടുത്തെ പ്രതിപക്ഷത്തിന് സാധിക്കുന്നില്ല. കാരണം നിഷ്ക്രിയമായി നിൽക്കുന്ന ഒരു പ്രതിപക്ഷമാണ് കേരളത്തിലുള്ളത്. ഇവർ രണ്ടുപേരും തമ്മിൽ അഡ്ജസ്റ്റ്മെന്റ് ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം പാലക്കാട് നമ്മൾ കൃത്യമായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇന്ന് രാവിലെ ഇവിടെ മഹാനായ ഒരു നേതാവ് വന്നിറക്കുമെന്നൊക്കെ പറഞ്ഞ് വാർത്തകൾ ഉണ്ടായിരുന്നു. കോൺഗ്രസിന്റെ മുഖമായി ഉയർത്തിക്കൊണ്ടുവന്നൊരു നേതാവാണ് പാലക്കാടിന്റെ MLA. ആ പാലക്കാടിന്റെ MLA വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ തടയത്തില്ലെന്നാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞത്. ഇതിനപ്പുറം എന്താണ് ഇവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം മനസ്സിലാക്കേണ്ടത്? അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം ഒന്നുകൊണ്ട് മാത്രമല്ലേ ഇവിടുത്തെ ഗോവിന്ദൻ മാസ്റ്റർ പറയുന്നത് ഞങ്ങൾ തടയത്തില്ല എന്ന്? കാരണം എന്തുണ്ട്? കാരണം ഇവർക്കും മറയ്ക്കാൻ ഒത്തിരിയുണ്ട്. ഇവിടുത്തെ ഇടതുപക്ഷത്തിനും മറയ്ക്കാനും ഒളിക്കാനും ഒത്തിരിയുണ്ട്. കാരണം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ പല നേതാക്കന്മാരുടെയും ഇടതുപക്ഷത്തിലെ നേതാക്കന്മാരുടെയൊക്കെ കഥകളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിലും ഒക്കെ കണ്ടുവരികയാണ്. എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരും ഈ കാര്യത്തിൽ ഒരുപോലെയാണ്. സ്ത്രീകളോടുള്ള പെരുമാറ്റത്തിൽ ഈ രണ്ട് കൂട്ടരും ഒരുപോലെയാണ്. അതുകൊണ്ട് ഈ രണ്ട് കൂട്ടർക്കും കൃത്യമായി ഒളിക്കാനും മറയ്ക്കാനും ഉള്ളത് കൊണ്ട് പരസ്പരം അഡ്ജസ്റ്റ്മെന്റ് ചെയ്തു പോവുകയാണ്. ഇല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചേ, എന്താണ് ഇടതുപക്ഷം, എന്താണ് പിണറായി വിജയൻ സർക്കാർ ഈ പാലക്കാട് MLA-ക്കെതിരെ ചെയ്തിട്ടുള്ളത്? എന്തെങ്കിലും ചെയ്യാൻ സാധിച്ചോ? ഒരു നല്ല നടപടി എടുക്കാൻ സാധിച്ചോ? ഒന്നും സാധിക്കുന്നില്ല. കാരണം ഇവർ തമ്മിലുള്ള ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയമാണ്. പക്ഷേ എനിക്ക് CPM-നോടും ഗോവിന്ദൻ മാസ്റ്ററോടും പാലക്കാട് MLA-യോടും കോൺഗ്രസുകാരോടും ഒക്കെ പറയാനുള്ളത്, പാലക്കാട് എങ്ങാനും ഈ പാലക്കാട് MLA വരാൻ നോക്കിക്കഴിഞ്ഞാൽ BJP-യും യുവമോർച്ചയും ചേർന്ന് തടയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അത് ചിലപ്പോൾ ഗോവിന്ദൻ മാസ്റ്റർക്ക് ധൈര്യമില്ലായിരിക്കും, അവർ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയത്തിന് ധൈര്യമില്ലായിരിക്കും. പക്ഷെ BJP-ക്ക് ധൈര്യക്കുറവൊന്നുമില്ല. കാരണം ഞങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല. അതുകൊണ്ട് ഇവിടെ പാലക്കാട് MLA ഇവിടെ കാല് കുത്തിയാൽ ഞങ്ങൾ തടയും, അതിനകത്ത് യാതൊരു സംശയവും വേണ്ട. ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രീയം. കാരണം ഞങ്ങളുടെ യുവാക്കളുടെ രാഷ്ട്രീയം നരേന്ദ്രമോദിയുടെ കൂട്ടുള്ള ഒരു വാല്യൂ ബേസ്ഡ് രാഷ്ട്രീയമാണ്. ഞങ്ങൾക്ക് ഒളിക്കാനും മറയ്ക്കാനും ഒന്നുമില്ല ഇവരുടെ കൂട്ട്. അതുകൊണ്ട് ഇവരോട് ഞങ്ങൾ കൃത്യമായി പറയാനുള്ളത്, വരുന്ന നാളുകളിൽ കേരളത്തിൽ ഇവരുടെ അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം സമസ്ത മേഖലകളെയും തകർത്ത, സ്ത്രീകൾക്ക് സുരക്ഷിതമല്ലാത്തൊരു കേരളമാക്കി മാറ്റിയ, കേരളം ഒരു ദിവസം പോലും കടമെടുക്കാതെ മുമ്പോട്ട് പോകാൻ സാധിക്കാത്ത ഒരു കേരളമാക്കി മാറ്റിയ, കേരളത്തിന്റെ സാമ്പത്തിക രംഗത്തെ അടിമുട്ടി തകർച്ചയിലേക്ക് എത്തിച്ച, കേരളത്തിലെ സാധാരണക്കാരായ PSC ഉദ്യോഗാർത്ഥികളെ ഇട്ട് നട്ടം തിരിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയം, ഈ രാഷ്ട്രീയത്തിനെതിരെ ഭാരതീയ ജനതാ പാർട്ടിയും ഭാരതീയ ജനതാ യുവമോർച്ചയും അതുപോലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ യുവശക്തിയും ഈ വരുന്ന ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയവുമായി ഞങ്ങൾ മുമ്പോട്ട് പോകും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ മുഖ്യ ആശയം മറ്റൊന്നുമല്ല, യുവാക്കളുടെ രാഷ്ട്രീയം തന്നെയായിരിക്കും, യുവാക്കളുടെ വിഷയങ്ങൾ തന്നെയായിരിക്കും ഞങ്ങൾ എടുത്തുകൊണ്ട് പൊതുസമൂഹത്തിലേക്ക് പോകാൻ പോകുന്നത്. കാരണം ഈ കേരളത്തെ, നാളത്തെ കേരളം സൃഷ്ടിക്കേണ്ടത്, ഒരു വികസിത കേരളം സൃഷ്ടിക്കേണ്ടത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ മാറാത്തത് മാറേണ്ടത്, അല്ലെങ്കിൽ ഒരു മാറ്റം കൊണ്ടുവരേണ്ടത് ഇവിടുത്തെ യുവാക്കളാണ്. ആ യുവാക്കളെ മുമ്പിൽ നിർത്തിക്കൊണ്ടായിരിക്കും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭാരതീയ ജനതാ പാർട്ടി മുമ്പോട്ട് പോകാൻ പോകുന്നത് എന്നുള്ളത് ഒരു ഉദാഹരണം